കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്നുള്ള വാർത്ത നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നു. 3 മാസക്കാലമായി ആ കോളേജിൽ പഠിക്കുന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ ഗുരുതരമായ പീഡനങ്ങൾക്ക് വിധേയമാകും. അവിടെ തന്നെയുള്ള സീനിയർ വിദ്യാർത്ഥികളുടെ അക്രമങ്ങൾക്ക് വിധേയമാകും. ശരീരം മുഴുവൻ കുത്തി മുറിവേൽപ്പിച്ച് ബ്ലേഡ് കൊണ്ട് വരഞ്ഞ് കോമ്പസ് കൊണ്ട് കുത്തി ചോര വരുമ്പോൾ അതിൽ ലോഷൻ ഒഴിച്ച് ചിരിക്കുന്ന, അതിങ്ങനെ കൈകാലുകൾ കെട്ടി കട്ടിലിൽ അനങ്ങാൻ പറ്റാതെ കിടത്തിയിരിക്കുന്ന വീഡിയോ ഇപ്പോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ അതിനെപ്പറ്റി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഞാനിത് പറയുന്നത്, ഇത് ചെയ്യുന്നത് വലിയ അക്രമികളല്ല, ലോകത്തെ വലിയ ക്രിമിനലുകളെന്ന് നമ്മൾ ട്രംപിനെ കുറിച്ച് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ലോകത്തുള്ള വലിയ കൊലയാളികളെ കുറിച്ച്, ലക്ഷങ്ങളെ കൊല്ലുന്ന കൊലയാളികളുടെ മനസ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കവെ തന്നെ നമ്മുടെയൊക്കെ മക്കൾ പഠിക്കുന്ന കോളേജിൽ വരുന്ന നമ്മുടെയൊക്കെ തലമുറയിലെ പുതിയ കുട്ടികൾ, അവരുടെ മനസ്സ് എന്ത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അവർക്കിനി ഒരു ജീവിതമുള്ളതാണ്, അവർ വിവാഹം കഴിക്കേണ്ടവരാണ്, അവരുടെ മക്കളെ വളർത്തേണ്ടവരാണ്, ഒരുപാട് സ്ഥലങ്ങളിൽ അവർ അധികാരവും ജോലിയും ഒക്കെ ചെയ്യേണ്ടവരാണ്. ഈ നഴ്സിംഗ് പഠിച്ചിറങ്ങുന്നവർ ആതുരാലയങ്ങളിൽ രോഗികളെ ശുശ്രൂഷിക്കേണ്ടവരാണ്, ഹോസ്പിറ്റലുകളിൽ ഡോക്ടർമാരായി വരേണ്ടവരാണ്, ഒരുപാട് തലങ്ങളിൽ എത്തിപ്പെടേണ്ടവരാണ്. ആ കുട്ടികളെ കുറിച്ചുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പുതിയ തലമുറയെ കുറിച്ച് നമ്മുടെ മക്കളെ കുറിച്ച് ചില ബാധ്യതകൾ നമുക്കുണ്ട്. നമ്മുടെ എല്ലാ മക്കൾ ഇതുപോലെ അക്രമികളാണെന്നോ മോശപ്പെട്ടവരാണെന്നോ അല്ല ഈ പറയുന്നത്. പക്ഷെ പിതാക്കന്മാരെന്ന അർത്ഥത്തിൽ, മുതിർന്നവർ എന്ന അർത്ഥത്തിൽ അവരുടെ അടുത്ത തലമുറയെ കുറിച്ചുള്ള, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക അധ്യാപനങ്ങൾ കൂടി അവർ മനസ്സിലാക്കുന്നവർ എന്ന അർത്ഥത്തിൽ അടുത്ത തലമുറയെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പരിശുദ്ധ ഖുർആൻ അവരെ ഉത്ബോധിപ്പിക്കുന്നത് എപ്രകാരമാണ് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ മക്കൾ നമുക്ക് അലങ്കാരമാണ്, നമ്മുടെ മക്കൾ നമ്മുടെ സമ്പത്താണ്, നമ്മുടെ മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്മാനങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ മക്കളെ കുറിച്ച് പറയുന്നിടത്ത് 3 പദപ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങളുടെ സന്താനങ്ങൾ, ഈ സന്താനങ്ങളിൽ ഒന്ന് അല്ലാഹു പറഞ്ഞത് ഹിബ എന്ന പദമാണ്. അഥവാ മക്കൾ അല്ലാഹുവിന്റെ സമ്മാനങ്ങളാണ്. അല്ലാഹു ഒരു മനുഷ്യന് നൽകുന്ന ഈ ലോകത്തിലെ വലിയ സമ്മാനമായി നൽകുന്ന ഒന്നാണ് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സന്താനത്തെ കൊടുക്കുന്നത് പരാമർശിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, അള്ളാഹുവിലേക്ക് ഇബ്രാഹിം നബി മടങ്ങിയപ്പോ അള്ളാഹുവിലേക്ക് ആരാധനകൾ അള്ളാഹുവിനെ അർപ്പിച്ച് മുമ്പോട്ട് പോയപ്പോൾ ഇസ്ഹാഖിനെയും യാക്കൂബിനെയും അങ്ങനെ മക്കളെ നാം സമ്മാനമായി അദ്ദേഹത്തിന് നൽകി. അവിടെ സമ്മാനം എന്നൊരു പദപ്രയോഗം, ഹിബ, വഹബ, യഹബു എന്ന പദപ്രയോഗം ഖുർആൻ നടത്തുന്നത് പ്രിയമുള്ളവരെ നമുക്ക് കാണാം. ലില്ലാഹി മാ ഫിസ് സമാവാതി ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർളു യഖ്ലുഖു മാ യശാഉ യഹബു ലിമൻ യശാഉ ഇനാതൻ വയഹബു ലിമൻ യശാഉ ദുകൂർ. അല്ലാഹു ചിലർക്ക് ആൺകുട്ടികളെ സമ്മാനമായി നൽകുന്നു, ചിലർക്ക് പെൺകുട്ടികളെ അല്ലാഹു നൽകുന്നു. ചില ആളുകൾക്ക് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും അല്ലാഹു നൽകുന്നു. വയജ്അലു മൻ യശാഉ അഖീമ. ചില ആളുകൾക്ക് അല്ലാഹു മക്കളെ നൽകാതെയും ഇരിക്കുന്നു. അല്ലാഹു മക്കളെ കൊടുത്തിട്ടില്ലാത്ത മാതാപിതാക്കളെ കുറിച്ച്, മക്കളുള്ള മാതാപിതാക്കൾ ചിന്തിക്കേണ്ട വലിയ ഒരു കാര്യത്തെ കുറിച്ച് കൂടി ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. ചിലർക്ക് അല്ലാഹു അങ്ങനെ ഒരു സമ്മാനം കൊടുത്തിട്ടില്ല, അത് അവരുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണമാണ്. അല്ലാഹു അതിലൂടെ അവരെ നിരീക്ഷിക്കുകയാണ്. മറ്റുള്ളവർക്ക് അല്ലാഹു സമ്മാനമായി മക്കളെ നൽകുന്നു. ഹിബ എന്ന സമ്മാനം എന്ന പരിശുദ്ധ ഖുർആൻ സന്താനങ്ങളെ കുറിച്ച് പറയുന്നത് പ്രിയമുള്ളവരെ നമുക്ക് കാണാം. മറ്റൊരായത്തിൽ അല്ലാഹു പറയുന്നത് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ ഭൗതിക ലോകത്തിലെ അലങ്കാരമാണ് സന്താനങ്ങൾ, ഭംഗിയാണ് സന്താനങ്ങൾ. നമുക്ക് നമ്മുടെ മക്കൾ അവർ വളർന്നു വരുമ്പോൾ, അവർ വളരുന്ന അവരുടെ വളർച്ചയിൽ ഓരോ സന്ദർഭത്തിലും മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ട്, അവർക്കതൊരു അലങ്കാരമാണ്. മക്കളുടെ വിദ്യാഭ്യാസവും മക്കളുടെ ജോലിയും അവരുടെ സമ്പത്തും അവരുടെ ജീവിതവും എല്ലാം മാതാപിതാക്കൾ അത് ആസ്വദിക്കുകയാണ്. അവർക്കതൊരു അലങ്കാരമായി തന്നെ
പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരു സീനത്താണ്, സംശയമൊന്നുമില്ല. പക്ഷേ തൊട്ടുടനെ അള്ളാഹു പറഞ്ഞു വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ വഖൈറുൻ അമല. ഈ അലങ്കാരം പക്ഷേ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതരുത്. മക്കളെ കുറിച്ച് പറയുന്നിടത്ത് അലങ്കാരമാണ് മക്കളെന്ന് പറഞ്ഞ ഉടനെ ഈ അലങ്കാരം മരണശേഷം നാളെ സ്വർഗത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇതുപോലെ എന്ന് നിങ്ങൾ കരുതരുത്. നാളെ മക്കൾ നിങ്ങളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ ആ മക്കൾ വൽ ബാഖിയാത്തു സ്വാലിഹ, അവർ സൽക്കർമ്മികളായിരിക്കണം. കോട്ടയത്ത് നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട 5 കുട്ടികൾ ഇന്ന് മാതാപിതാക്കൾക്ക് അലങ്കാരമല്ല, അവർ ജയിലറകളിലാണ്. അവരെ കുറിച്ചുള്ള വാർത്തകളും വീഡിയോകളും ഇതാണ് ഇവരുടെ മുഖം എന്ന് പറഞ്ഞ് ഓൺലൈൻ മീഡിയ ലോകത്തെ പഠിപ്പിക്കുകയാണ്. ഇവരെല്ലാ കാലത്തും ഇവരെ സൂക്ഷിക്കേണ്ടവരാണ്. ഇവർ കുറ്റവാളികളാണ്. അവരിന് നാളെ വിവാഹം കഴിക്കുമ്പോഴും അവരെ സൂക്ഷിക്കണം. കാരണം മാനവികതയ്ക്ക് വില കൽപ്പിക്കാത്തവരാണ്. കൊച്ചു കുട്ടികൾ കരയുമ്പോൾ സന്തോഷിക്കുന്നവരാണ്. ശരീരത്തിൽ മുറിവേൽപ്പിച്ച് ചോര പൊടിയുമ്പോൾ അതിൽ ലോഷൻ ഒഴിച്ചിട്ട് ചിരിക്കുന്നവരാണ്. മനസ്സ് മാരകമായി പോയ കുട്ടികളാണ്. ഇങ്ങനെയാണല്ലോ അവരെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ എന്നും ആളുകൾക്ക് അലങ്കാരമായി ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അള്ളാഹു പറയുന്നത് അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ, മക്കൾ ഈ ലോകത്തിന്റെ അലങ്കാരമാണ്. പക്ഷേ ആ മക്കൾ നാളെ പരലോകത്തുണ്ടാകണമെങ്കിൽ മാതാപിതാക്കൾ ആ മക്കളെ കുറിച്ച് ജാഗ്രതയോടെ കാണണം. ആ ജാഗ്രതയുടെ കുറവാണ് പലയിടങ്ങളിലും മക്കൾ ഇങ്ങനെ വഴിപിഴച്ചു പോകാനുള്ള കാരണം എന്ന് കൂടി അവരുടെ മാതാപിതാക്കൾ വേദനിക്കുന്നുണ്ട്, അവരുടെ കുടുംബങ്ങൾ വേദനിക്കുന്നുണ്ട്. ഇതുപോലെ ഓരോ ഘട്ടങ്ങളിലും ഈ മക്കൾ അടുത്ത തലമുറ ചെയ്യാൻ പോകുന്ന അപകടങ്ങളുടെ വേദനയും യാതനയും മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും എന്നൊരു വലിയ പാഠം കൂടി പ്രിയമുള്ളവരെ ഇതിലുണ്ട്. അതുകൊണ്ട് നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ശേഷിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ നമ്മൾ വളർത്തണം. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, സ്വാലിഹീങ്ങളായി അവശേഷിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ സൽക്കർമ്മങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ, ആരാധനകൾ, ഇതെല്ലാം നാളെ പരലോകത്ത് നമുക്ക് കിട്ടണമല്ലോ. അതിനാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ നാളെ പരലോകത്ത് എനിക്ക് കിട്ടുന്നതാണോ എന്റെ മക്കൾ? ഞാൻ ചെയ്യുന്ന ആരാധനകൾ പോലെ, ഞാൻ പിടിക്കാൻ പോകുന്ന നോമ്പ് പോലെ, ഞാൻ ചെയ്തിട്ടുള്ള സക്കാത്തും ഹജ്ജും പോലെ, ഇതുപോലെ നാളെ പരലോകത്ത് എനിക്ക് നിക്ഷേപമായി എന്റെ കൂടെ ഉണ്ടാകുന്നതാണോ എന്റെ മക്കൾ എന്ന് മക്കളെ കുറിച്ച് ചിന്തിച്ചാൽ പലപ്പോഴും പല മാതാപിതാക്കളും അവരുടെ കൈവിരൽ കടിക്കേണ്ടി വരും എന്ന് നമുക്കറിയാം. കാരണം മക്കളെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അവർക്ക് വേണ്ടതെല്ലാം ദുനിയാവിൽ കൊടുത്തു, അവർക്ക് വേണ്ടതെല്ലാം ദുനിയാവിൽ അവരുടെ പിന്നാലെ നടന്നു. പക്ഷെ അവരുടെ പരലോകത്തെ കുറിച്ച്, അവർ ഈ ലോകത്തിന് സമർപ്പിക്കാൻ പോകുന്ന ധന്യമായ ഒരു ജീവിതത്തെയും മാതൃകയും കുറിച്ച് ഈ മാതാപിതാക്കൾ മക്കളുടെ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറഞ്ഞതൊന്ന് സമ്മാനമാണ്, ഹിബയാണ്. 2 മക്കൾ അലങ്കാരമാണ്, ഈ ലോകത്തിന്റെ അലങ്കാരമാണ്. മാതാപിതാക്കൾക്ക് കൺകുളിർമയാണ്. 3 അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് ഫിത്ന എന്ന പദമാണ്. മക്കൾ നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. മക്കൾ അലങ്കാരമാണെന്ന് ഓർക്കുന്ന പിതാവ് തന്നെ ഈ മക്കൾ നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന് കൂടി നിങ്ങൾ ഓർക്കണം. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ അറിയുക, നിങ്ങളുടെ സമ്പത്ത് അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾ ഫിത്നത്തുൻ, അത് തീർച്ചയായും പരീക്ഷണമാണ്. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, അല്ലാഹുവിന്റെ സന്നിധിയിൽ നിങ്ങൾക്ക് തക്കതായ പ്രതിഫലമുണ്ട്, അത് ഓർത്തുകൊള്ളണം. പക്ഷേ ദുനിയാവിൽ ഇവയൊക്കെ നിങ്ങൾക്ക് പരീക്ഷണമായി മാറും. എങ്ങനെയാണ് പരീക്ഷണമായി മാറുന്നത്? സമ്പത്ത് എങ്ങനെയും സമ്പാദിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല, സമ്പത്ത് എങ്ങനെയും ചെലവഴിക്കാൻ അള്ളാഹു പറഞ്ഞിട്ടില്ല. സമ്പത്ത് മൂലം മനുഷ്യൻ നാശത്തിലാകുന്നത് പോലെ സമ്പത്ത് മുഖേന മനുഷ്യന്റെ കർമ്മങ്ങൾ പലതും പാഴ്വേലയായി മാറുന്നത് പോലെ, സമ്പത്തിലൂടെ മനുഷ്യൻ പല അതിക്രമങ്ങളിലും ചെന്ന് ചാടുന്നത് പോലെ, നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ സമ്പത്തിന്റെ പേരിൽ ഒരുപാട് വിചാരണയ്ക്ക് മനുഷ്യൻ വിധേയമാകുന്നത് പോലെ മക്കള് കാരണവും മനുഷ്യൻ അബദ്ധത്തിൽപ്പെടും, അവന്റെ അഭിമാനം നഷ്ടപ്പെടും. നാളെ പരലോകത്ത് അവർ വിചാരണയ്ക്ക്, ഒരു വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്, എവിടെ എന്റെ മാതാപിതാക്കൾ എന്ന് മക്കൾ ചോദിക്കുമെന്നാണ്. ആ മാതാപിതാക്കളെ ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്റെ കാൽ ചുവട്ടിൽ ചവിട്ടിത്താഴ്ത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നാളെ പരലോകത്ത് നമ്മളിവിടെ അലങ്കാരമായി കൊണ്ട് നടന്ന, നമ്മൾ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്ന നമ്മളുടെ മക്കൾ നാളെ നമ്മെ കുറിച്ച് പരലോകത്ത് പറയും എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഖുർആൻ.
പ്രിയമുള്ളവരെ, മക്കൾക്ക് വിരുദ്ധമായ സംഗതിയല്ല ഞാൻ ഈ പറയുന്നത്. മക്കളും മാതാപിതാക്കളും എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ മക്കൾ നാളെ മാതാപിതാക്കളാണ്. മനസ്സിലായില്ലേ? ഇന്നത്തെ കുഞ്ഞുങ്ങൾ നാളെ മാതാപിതാക്കളായിട്ട് മാറും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യന് രണ്ടവസ്ഥകളുണ്ട്. ഒന്ന് മക്കൾ എന്ന അവസ്ഥയുണ്ട്. കുറച്ചു കഴിയുമ്പോൾ അവർ മാതാപിതാക്കളായി മാറും. അവർക്ക് തന്നെ, ഒരു വ്യക്തിക്ക് തന്നെ ഇത് രണ്ടും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. മക്കൾ എന്ന അവസ്ഥയിൽ മാതാപിതാക്കളോടുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കൾ എന്ന അവസ്ഥയിൽ തിരിച്ചു മക്കളോടുള്ള ബാധ്യതകൾ. ഇത് വെച്ചിട്ട് വേണം ഈ സംഗതികളെ നമ്മൾ വിലയിരുത്താൻ. അല്ലാതെ നമ്മൾ മക്കൾക്കെതിരെയുള്ള നിലപാടിനെ കുറിച്ചല്ല. ഇത് നമ്മൾ വിലയിരുത്തുമ്പോ നാളെ പരലോകത്ത് നമ്മുടെ മക്കൾ പരീക്ഷണങ്ങളായി കടന്നു വരും എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി എല്ലാ ഭൗതിക കാര്യങ്ങളുടെ പിന്നാലെയും പോയി ഒരിക്കൽ പോലും അവരെ ഒന്ന് ശാസിക്കാൻ സന്നദ്ധമാകാതെ, അവരെ കൈവന്ന് പിടിക്കാൻ സന്നദ്ധമാകാതെ മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മക്കളെ 3 പദങ്ങളിലൂടെ പരിചയപ്പെടുത്തി. ഈ മക്കളിൽ നിന്ന് മനുഷ്യന് ലഭിക്കേണ്ട 3 കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നു. മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ലഭിക്കേണ്ട 3 നേട്ടങ്ങൾ എന്താണ്? ഒന്ന്, കൺകുളിർമ എന്നതാണ്. വല്ലദീന യഖൂലൂന, അവർ പ്രാർത്ഥിക്കും. വിശ്വാസികൾ എന്താ പ്രാർത്ഥിക്കുന്നത്? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന, അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, ഒപ്പം ഞങ്ങളുടെ സന്താന പരമ്പരകളിൽ നിന്ന്, മക്കളിൽ നിന്ന് ഖുർറത അയ്യുനിൻ, കൺകുളിർമ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം. മാതാപിതാക്കൾക്ക് കൺകുളിർമ കൊടുക്കാൻ എക്കാലത്തും മക്കൾക്ക് സാധിക്കണമെന്നത് ഒരു മകൻ എന്ന നിലയ്ക്ക്, ഒരു മകൾ എന്ന നിലയ്ക്ക് അവരവർ ചിന്തിക്കേണ്ട സംഗതിയാണ്. എന്റെ ചെയ്തികളിലൂടെ, എന്റെ പ്രവർത്തനങ്ങളിലൂടെ, എന്റെ വഴിപെട്ട പ്രവർത്തനങ്ങളിലൂടെ എന്റെ മാതാപിതാക്കൾക്ക് കണ്ണുനീര് ഒഴിക്കേണ്ടി വരുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകരുത് എന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യേണ്ട കാര്യമാണ്. മാതാപിതാക്കൾ മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്ന് കൺകുളിർമയാണ്. ആ കൺകുളിർമയ്ക്ക് വേണ്ടി മാതാപിതാക്കൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. രണ്ടാമത്, മക്കളിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇദാ മാത ഇബ്നു ആദം, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ എല്ലാ കാര്യങ്ങളും അവസാനിക്കും, 3 കാര്യങ്ങൾ ഒഴികെ. അതിലൊന്ന് സദഖത്തുൻ ജാരിയ, ജാരിയായ സദഖയാണ്. മറ്റൊന്ന് ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അവന് പ്രയോജനപ്രദമായ, അവൻ ഈ ലോകത്തിന് പകർന്നു കൊടുത്തിട്ടുള്ള അറിവാണ്. 3 വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, ഖബറിടത്തിൽ ബർസഖിയായ ജീവിതത്തിൽ ഖബറിടത്തിൽ കിടക്കുന്ന മനുഷ്യന് വെളിച്ചമായി സംഭവിച്ചു കൊണ്ടിരിക്കും മക്കളുടെ പ്രാർത്ഥനകൾ എന്ന് ഖുർആൻ നമ്മെ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നടത്തുന്ന ദാനധർമ്മങ്ങൾ, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ നടത്തുന്ന പ്രാർത്ഥനകൾ, ഹജ്ജ് നിർവഹിച്ചിട്ടില്ലാത്ത മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ അവർക്ക് വേണ്ടി നിയത്ത് ചെയ്ത് നടത്തുന്ന ഹജ്ജ് കർമ്മങ്ങൾ, ഖബറിടങ്ങളിൽ സന്ദർശിക്കുമ്പോൾ ആ ഖബറിടത്തിന്റെ അടുത്ത് വന്ന് കരഞ്ഞ് സങ്കടപ്പെട്ട് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഇതെല്ലാം ഖബർ ജീവിതത്തിൽ, ബർസഖി ജീവിതത്തിൽ മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് കിട്ടുന്ന, മുതിർന്നവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയമുള്ളവരെ പഠിപ്പിക്കുകയാണ്. ഇനി നാളെ പരലോകത്തെത്തി സ്വർഗത്തിലെത്തിപ്പെടുമ്പോൾ കിട്ടുന്ന അനുഗ്രഹങ്ങളുണ്ട്. അതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ഖറഅൽ ഖുർആന വതഅല്ലമഹു വഅമില ബിഹി ഉൽബിസ യൗമൽ ഖിയാമത്തി താജൻ മിൻ നൂരിൻ ലൗഹു മിസ്ലു ലൗഹി ശംസ്. നാളെ പരലോകത്തെത്തുമ്പോൾ ഖുർആൻ പഠിച്ച ആളുകൾക്ക് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകാശത്തിന്റെ കിരീടം അവരെ അണിയിക്കും. ആ പ്രകാശം മിസ്ലു ലൗഹി ശംസി, സൂര്യന്റെ വെളിച്ചം പോലെ തിളങ്ങുന്ന പ്രകാശത്തിന്റെ കിരീടങ്ങൾ പരിശുദ്ധ ഖുർആൻ പഠിച്ചവർക്ക് അല്ലാഹു അണിയിക്കും. അത് അവരുടെ വലിയ വലിയ അലങ്കാരമായി ഈ ലോകത്ത് പലയിടങ്ങളിലും പഠിച്ച് പല പല നേട്ടങ്ങളും നേടുന്ന ആളുകൾക്ക് കോളേജുകളിലും ജില്ലാതലത്തിലും അതുപോലെ വലിയ വലിയ സദസ്സുകളിലൊക്കെ വെച്ച് അവരെ ആദരിക്കുന്ന, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന നമ്മൾ കാണാറില്ലേ? ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഫോട്ടോ വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റാറ്റസ് ഇടാറില്ലേ മാതാപിതാക്കൾ? അതിനേക്കാൾ വലിയ അനുഗ്രഹം, അലങ്കാരം ഖുർആൻ പഠിച്ചവർക്ക് നാളെ പരലോകത്ത് നൽകും എന്ന് മാത്രമല്ല, ശേഷ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വയുക്സ വാലിദൈഹി ഹുല്ലത്താനി, അവരുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു അലങ്കാരങ്ങൾ അണിയിക്കപ്പെടും, പട്ടുവസ്ത്രങ്ങൾ അണിയിക്കപ്പെടും, ആഭരണങ്ങൾ അവരെ അണിയിക്കും. ആർക്ക്? മാതാപിതാക്കൾക്ക്. ലാ യഖൂമു ലഹും അദ്ദുനിയ ഫയഖൂലാൻ, ആ അനുഗ്രഹങ്ങൾക്ക്
അതെങ്ങനെ കിട്ടി? അതിന്റെ പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് അവർ ചെയ്തിട്ടില്ല. അവരുടെ കർമ്മ പുസ്തകത്തിൽ ഇല്ലാത്ത അനുഗ്രഹങ്ങൾ നാളെ പരലോകത്ത് മാതാപിതാക്കൾക്ക് അണിയിക്കപ്പെടുമ്പോ ആ മാതാപിതാക്കൾ അള്ളാഹുവിനോട് ചോദിക്കും, ബിമാ കുസീന ഹാദാ, ഈ അനുഗ്രഹം എങ്ങനെയാണ് റബ്ബേ ഞങ്ങൾക്ക് കിട്ടുന്നത്? അപ്പോൾ പറയപ്പെടും, ബിഅഖ്ദി വലദികുമൽ ഖുർആൻ, നിങ്ങളുടെ മക്കൾ ഖുർആൻ പഠിച്ചതിന്റെ, നിങ്ങളുടെ മക്കൾ ഖുർആനിനെ സ്വീകരിച്ചതിന്റെ സമ്മാനം നിങ്ങൾക്ക് ഇപ്പോൾ അണിയിക്കപ്പെടുകയാണ്. പരലോകത്തും മക്കൾ കാരണം സമ്മാനം ലഭിക്കുന്ന, ഇഹലോകത്ത് കൺകുളിർമ ലഭിക്കുന്ന, കബറിടങ്ങളിൽ അവരറിയാതെ അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന 3 തരം അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആൻ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത് മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് കിട്ടേണ്ട കാര്യമാണ്. 3 മക്കളെ, പെൺകുട്ടികളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ലഹു 3 ബനാത്തിൻ, 3 പെൺകുട്ടികളെ പോറ്റി വളർത്തുന്ന പിതാവ്, മാതാവ്, ഔ 3 അഖ്വാത്തിൻ, അല്ലെങ്കിൽ 3 സഹോദരിമാരെ സംരക്ഷിച്ചു വളർത്തിയ, ഔ ഇബ്നത്താനി, അല്ലെങ്കിൽ 2 പെൺകുട്ടികളെ, ഔ ഉഖ്താനി, 2 സഹോദരിമാരെ, ഫഅഹ്സന സുഹബതഹുന്ന, എന്നിട്ടോ ആ മക്കളോട്, സഹോദരിമാരോട് ഏറ്റവും നല്ല നിലയിൽ ഈ മാതാപിതാക്കൾ പ്രവർത്തിച്ചു, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തു, ഏറ്റവും നല്ല വിധത്തിലുള്ള തർബിയത്ത് അവർക്ക് കൊടുത്തു. അന്യനെ കുത്തിക്കീറാനല്ല പഠിപ്പിച്ചത്, അതല്ല പ്രോത്സാഹിപ്പിച്ചത്. വഹ്സന സുഹ്ബതുഹുന്ന, ഏറ്റവും നല്ല സഹവാസം അവരോട് ചെയ്തു, തർബിയത്ത് കൊടുത്ത് വളർത്തി. വത്തഖല്ലാഹു ഫീഹിന്ന, അള്ളാഹുവിന്റെ വിഷയത്തിൽ, അവരുടെ വിഷയത്തിൽ അള്ളാഹുവിനോടുള്ള സൂക്ഷ്മതകളെല്ലാം ആ മാതാപിതാക്കൾ സൂക്ഷിച്ചു. ഓരോ ചുവടിലും ഓരോ നിമിഷത്തിലും ആ മക്കളെ എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ അവർ മുമ്പോട്ട് പോകണം എന്നതിനെ പറ്റി ജാഗ്രത ഈ മാതാപിതാക്കൾ അവരുടെ വിഷയത്തിൽ കാത്തു സൂക്ഷിച്ചു. ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും, അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. മക്കൾ കാരണം സ്വർഗത്തിൽ പോകുന്ന മാതാപിതാക്കളുടെ അവസ്ഥയെ കുറിച്ചാണ് ഈ പറഞ്ഞത് മുഴുവൻ. പ്രിയമുള്ളവർ, ഈ മക്കളാണ് ഇപ്പോൾ ആൾക്കാരെ കുത്തുന്നത്. എല്ലാ നമ്മളെ മക്കൾ കുത്തിയില്ല, ശരി, പക്ഷെ ഈ കൊലപാതകം നടത്തുന്നത് മാതാപിതാക്കളുടെ മക്കളാണല്ലോ, ഈ ലഹരി നടത്തുന്നത് അവരാണല്ലോ. 3 മാസക്കാലമായി തുടരുന്ന അക്രമങ്ങൾ, അതിന് സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. എല്ലാത്തിനെയും നമ്മൾ തിരിച്ചറിയണം. ഒരിക്കൽ ഒരു വ്യക്തി പ്രവാചകന്റെ അടുക്കൽ വന്നു. പ്രവാചകൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, എന്റെ മകൻ ഞാൻ എന്ത് പറഞ്ഞാലും അയാൾ ധിക്കാരമാണ് പ്രവർത്തിക്കുന്നത്, മോൻ എന്നെ അനുസരിക്കുന്നില്ല, ഒരു കാര്യത്തിലും പിതാവിനെ അനുസരിക്കുന്നില്ല. ഉമർ ഇബ്നു ഖത്താബ് അമീറുൽ മുഅ്മിനീൻ, വിശ്വാസി സമൂഹത്തിന്റെ നേതാവായ അദ്ദേഹം ആ പിതാവിനോടെല്ലാം കേട്ടു. പിതാവ് പറയുന്ന പരാതികൾ മുഴുവൻ കേട്ടു. അതിനുശേഷം മകനെ വിളിച്ചു, മകനോട് കാര്യങ്ങൾ ചോദിച്ചു. എന്താണ് പിതാവ് ഇങ്ങനെയെല്ലാം പറയുന്നത്? അപ്പോൾ പിതാവ് ആ മകൻ പറഞ്ഞത്, ആ മകൻ അമീർ മുഅ്മിനോട് ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ വിശ്വാസികളുടെ നേതാവേ, അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബി, എന്റെ മാതാപിതാക്കൾക്ക് എന്നോട് വല്ല ബാധ്യതകളുമുണ്ടോ? പിതാവ് വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞത് എന്താണ്? എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, എല്ലാ കാര്യത്തിലും ധിക്കാരം പ്രവർത്തിക്കുന്നു. അപ്പോ അത് കേട്ടതിന് ശേഷം മകനെ കേൾക്കുകയാണ് അമീറുൽ മുഅ്മിനീൻ. അപ്പോൾ ആ മകൻ അദ്ദേഹത്തോട് ചോദിച്ചത്, യാ അമീറുൽ മുഅ്മിനീൻ, അലൈസ ലിൽ വലദി ഹുഖൂഖുൻ അലാ അബി, എന്റെ വിഷയത്തിൽ എന്റെ മാതാപിതാക്കൾക്ക് എന്നോട് വല്ല ബാധ്യതകളുമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാല ബല, ഉണ്ട്. അപ്പോൾ ആ കുട്ടി അദ്ദേഹത്തോട് ചോദിച്ചു, ഫമാഹിയ യാ അമീറുൽ മുഅ്മിനീൻ, എന്നാൽ അതെന്താണ് അമീറുൽ മുഅ്മിനീനെ? അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്ന്, അയ്യൻതഖിയ ഉമ്മഹു, ഉമ്മമാര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അയ്യൻതഖിയ ഉമ്മഹു, ആ കുട്ടിക്ക് ഏറ്റവും നല്ല മാതാവിനെ നീ തിരഞ്ഞെടുക്കണമായിരുന്നു. പിതാവിന്റെ ഉത്തരവാദിത്തമാണ്. മകൾക്ക് ഏറ്റവും നല്ല മാതാവിനെ തിരഞ്ഞെടുക്കണം. കല്യാണ കമ്പോളത്തിൽ വിലപേശാറുണ്ടല്ലോ ആളുകൾ, സ്വത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, തറവാടിത്തത്തിന്റെ പേരിൽ, മറ്റൊന്നും നോക്കാറില്ല. മക്കൾ എങ്ങനെയും വളർന്നോട്ടെ, അങ്ങാടി പിള്ളരായി കന്നുകാലികളെ പോലെ വളരുന്ന മക്കൾ. ആരാ കാരണക്കാർ? ഒരക്ഷരം അവരെടുത്ത് മാതാപിതാക്കൾ മിണ്ടാറില്ല. എന്തിനാണ് ഇവിടെ ഉമ്മയെ തിരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞത്? നല്ല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാനാണ്. അതിനോ കടയിൽ പോയി മേടിച്ചിരുന്നാ പോരെ? നല്ല ചിക്കൻ ഫ്രൈ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വീട്ടിൽ എപ്പോഴും. എന്തിന്? നല്ല ഉമ്മയെ നീ തെരഞ്ഞെടുക്കണം. മാതാപിതാക്കൾ പറയുന്നിടത്ത് മക്കൾ നിൽക്കണം. അതിനാണ് മാതാവും പിതാവും എന്ന് പറയുന്നത്. ഇപ്പൊ പുതിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എന്താ പറയുന്നത്?
അവര് തലമുറകളെ തിരിക്കുകയാണ്. ബീറ്റ തലമുറ, അതുപോലെ തന്നെ ആൽഫ തലമുറ, ഇതൊക്കെ നല്ലതാണ് ആ ഒരു സയൻസ് പഠിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇവരോടൊന്നും പറയരുത്, ന്യൂജൻ കുട്ടികളോടൊന്നും പറയരുത്. ന്യൂജൻ കുട്ടികൾക്ക് അസുഖം വന്ന ഇഞ്ചക്ഷൻ ചെയ്യില്ലേ? ന്യൂജൻ കുട്ടികൾക്ക് അപ്പൻഡിക്സ് വന്ന ഓപ്പറേഷൻ നടത്തില്ലേ? അവർക്ക് ക്യാൻസർ വന്നാൽ അവർക്ക് റേഡിയേഷൻ നടത്തില്ലേ? അവർക്ക് അതുപോലെ കീമോ നടത്തില്ലേ? അവർക്ക് ട്രീറ്റ്മെന്റ് നടത്തില്ലേ? എങ്കിൽ ഇസ്ലാം പറയുന്നത് ന്യൂജൻ കുട്ടികൾ അക്രമം കാണിച്ചാൽ അവരെ ശിക്ഷിക്കണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. 10 വയസ്സെത്തിയിട്ട് നമസ്കരിക്കാത്ത കുട്ടി, അയ്യോ പുതിയ തലമുറയിലെ കുട്ടിയോട് അങ്ങനെ പറയാൻ പാടില്ല മാതാപിതാക്കൾ പറയും. ഇത് ആര് കൊടുത്ത ക്ലാസ് ആണ്? പുതിയ തലമുറയിലെ കുട്ടികൾ അവർ അന്യനെ തെറി വിളിച്ചാൽ, അവർ അന്യന്റെ പുറത്ത് കൈവച്ചാൽ, അവൻ കൊലപാതകം നടത്തിയാൽ, അവൻ ലഹരി ഉപയോഗിച്ചാൽ അയാളോടൊന്നും പറയാൻ പാടില്ല. ഇത് ആര് നൽകിയ ക്ലാസ് ആണ്? അത് ചിലപ്പോ വല്ല കൗൺസിലർമാരും പറഞ്ഞിട്ടുള്ള ക്ലാസ് ആണ്. ഇസ്ലാമും പലതും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാര് പറഞ്ഞിട്ടുണ്ട്, അമ്പിയാക്കളുടെ കാലം, താബിഈങ്ങളുടെ സഹാബി വര്യന്മാരുടെ കാലം, താബിഈങ്ങളുടെ കാലം, തബഉ താബിഈങ്ങളുടെ കാലം, പിന്നീട് മുസ്ലിം സമൂഹത്തിന്റെ ഓരോ ഖലഫാക്കളുടെയും കാലഘട്ടങ്ങൾ ഇസ്ലാമിലും പലത് കടന്നുപോയി, ചരിത്രത്തിലൊക്കെ കടന്നുപോയി. ആ കാലഘട്ടങ്ങളിൽ ഒന്നും നന്മയുടെയും തിന്മയുടെയും വിഷയത്തിൽ ഈ ജാഗ്രതയില്ലായ്മ ഉണ്ടായിട്ടില്ല. അത് എവിടെ ഉണ്ടായോ അവിടെ എല്ലാം സർവനാശം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉമ്മയെ തെരഞ്ഞെടുക്കണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ ഉമ്മ ഈ കുട്ടിക്ക് തർബിയത്ത് കൊടുക്കണമെന്നാണ്. ആ ഉമ്മ എന്തിനാ പറഞ്ഞപ്പോ ഉപ്പയ്ക്ക് ഉത്തരവാദിത്വമില്ലേ? ഉമ്മയെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കേണ്ട, ഉമ്മയെ തന്നെ തെരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ഉപ്പയ്ക്കാണ്. അത് പിതാവിന് ഉത്തരവാദിത്വമുണ്ട്. വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ ആ ഉത്തരവാദിത്വം ഒരു പിതാവ് ശ്രദ്ധിക്കണം. ഇനി ചില ആൾക്കാരൊക്കെ ഇതൊന്നും ആലോചിക്കാതെ കല്യാണം കഴിച്ചു പോയി. അങ്ങനെ കല്യാണം കഴിച്ച ഭാര്യയ്ക്ക് ഒരു പക്ഷേ അത്രയധികം ഈമാനില്ല, അല്ലെങ്കിൽ നേരെ തിരിച്ചു ഭർത്താവിന് അത്രയധികം ഈമാനും വിശ്വാസവും ജാഗ്രതയും ഇല്ല. എന്തു ചെയ്യും? കാലാകാലം പഠിച്ചുകൊണ്ട് നടക്കാതെ അവർ രണ്ടുപേരും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കുന്നിടത്ത്, പഠിക്കാൻ പറ്റുന്നിടത്ത് അവര് പോകണം. അതിന്റെ ഉത്തരവാദിത്വം പിതാവിനുണ്ട്. അതിനാ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഖുർആൻ ക്ലാസ്സുകൾ വെക്കുന്നത്. എല്ലാ സംഘടനകളും ക്ലാസ്സുകൾ വെക്കുന്നില്ലേ? സംഘടന വളർത്താൻ വേണ്ടിയാണ് ക്ലാസ് വെക്കുന്നത്. വെള്ളിയാഴ്ച ഖുത്ബ നടത്തുന്നത് ഏതെങ്കിലും സംഘടനയെ വളർത്താനാണോ? ഇത് കേൾക്കാനും പഠിക്കാനുമാണ്. ആണുങ്ങൾ കേൾക്കുന്നു, വനിതകൾ കേൾക്കുന്നില്ലെങ്കിൽ ആ വനിതകളെ ഈ തർബിയത്ത്, ഈ വിഷയങ്ങൾ കേൾക്കുന്നിടത്ത് കൊണ്ടുപോകൽ ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണ്. എത്ര കിലോമീറ്ററുകൾക്ക് അപ്പുറം പോയിട്ടും നമ്മൾ ഫുഡ് വാങ്ങിക്കൊണ്ടുവരില്ലേ? ഡ്രസ് എടുക്കാൻ തിരുവനന്തപുരത്തുള്ളവർ കൊല്ലത്ത് വരും, കൊല്ലത്തുള്ളവർ തിരുവനന്തപുരത്ത് പോരും. ലുലു മാളിൽ പോയി ഡ്രസ് എടുക്കും. എത്ര കിലോമീറ്ററുകൾ താണ്ടി വാഹനം ഓടിച്ച് നമ്മൾ യാത്ര ചെയ്യും. പക്ഷേ നമ്മുടെ ഭാര്യയെയും മക്കളെയും കൊണ്ടൊരു ക്ലാസ് കേൾക്കാൻ 5 കിലോമീറ്റർ അപ്പുറത്ത് പോകാനുള്ള സന്നദ്ധത പിതാവിനില്ലെങ്കിൽ, മാതാവിനില്ലെങ്കിൽ, നിങ്ങൾ കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങൾ നാളെ അല്ലാഹുവിന്റെ സന്നിധിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് നിങ്ങളുടെ കീഴിലുള്ളവരെ കുറിച്ച് എന്ന ഹദീസിന്റെ മുമ്പിൽ നമ്മൾ നോമ്പും ഹജ്ജൊന്നും പഠിച്ചിരുന്നോണ്ട് മാത്രം വിജയിക്കുകയില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം നാളെ നമുക്കെതിരെ സാക്ഷി പറയരുത്. അങ്ങനെ നമ്മൾ ഒരു അലക്ഷ്യമായി നമ്മുടെ സന്താനങ്ങളെ കുറിച്ച് ഒരു നിലപാടെടുത്താൽ നാളെ സംഭവിക്കാൻ പോണ ഇതുപോലെ ജയിലറുകളിൽ കിടന്ന് ഈ കുട്ടിയോട് എപ്പോഴെങ്കിലും ഒരു മാതാപിതാവ് പറഞ്ഞു കൊടുക്കണ്ടേ, അന്യനെ നിന്നെ പോലെ നിന്റെ സഹോദരനും വേദനിക്കും. ആ വേദന ഉണ്ടെങ്കിൽ ഈ വീഡിയോ നമ്മൾ കാണുമോ? കുത്തി ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞിട്ട് ശരീരത്തിൽ കോമ്പസ് കൊണ്ട് കുത്തുകയാണ്. ചോര വരുന്നിടത്തെല്ലാം കണ്ണടച്ചോ കണ്ണിൽ വീഴും. എന്ത് ലോഷൻ ഒഴിക്കുകയാണ് കണ്ണിൽ, വായയിൽ. അതൊന്ന് തുടയ്ക്കാൻ, അതൊന്ന് തടയാൻ കൈകാലുകളില്ല. ആ കൈയും കാലും കട്ടിൽ പിടിച്ച് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ലൈംഗികാവയവത്തിൽ കിലോ കണക്കിന് ഭാരമെടുത്ത് വെച്ചിരിക്കുകയാണ്. പല വാട്സപ്പ് ഗ്രൂപ്പിലും ഈ വീഡിയോ വന്നപ്പോ മുതിർന്നവർ ഇത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. കാരണം ഹാർട്ട് പേഷ്യന്റ് ആണ് അവര്, സ്ട്രോക്ക് വന്നവരാണ് അവര്. അവർക്ക് ഇത് കാണാനുള്ള ത്രാണിയില്ല. ചെയ്യുന്നതാര്? 18 വയസ്സ്, 19 വയസ്സ്, 20 വയസ്സ്, 22 വയസ്സ്. ഇങ്ങനെ ചെയ്യുന്ന മക്കൾ വീട്ടിൽ വരുമ്പോ കൈകൊടുത്ത് സ്വീകരിക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയക്കാർ, അവർക്ക് വാദിക്കാൻ നടക്കുന്ന നിയമ സംവിധാനത്തിലുള്ള ആൾക്കാർ, ഇത് കാലാന്തരത്തിൽ എപ്പോഴും ഉള്ളത് കൊണ്ടാണല്ലോ. കഴിഞ്ഞ വർഷവും ഫെബ്രുവരിയിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ പേരിൽ 5-6 വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സംസ്ഥാനത്ത് വീണ്ടും ഗുരുതരമായ ഇത്തര വാർത്തകൾ നമ്മൾ കേൾക്കുന്നുവെങ്കിൽ ഇവിടങ്ങളിലെല്ലാം അലക്ഷ്യ മനോഭാവം ഉള്ളത് കൊണ്ടാണ്.
പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ തലമുറയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജാഗ്രത നമ്മൾ കാണിക്കണം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയോട് പറഞ്ഞു, ഒന്ന്, നിന്നോടുള്ള ബാധ്യത നിനക്ക് നല്ല മാതാവിനെ തിരഞ്ഞെടുക്കലാണ്. രണ്ടാമത്, നിനക്ക് നല്ല പേരിടണം, നല്ല അഡ്രസ് നിനക്കുണ്ടാകണം, സമൂഹത്തിൽ അംഗീകരിക്കുന്ന ഒരു പേര് നിനക്കുണ്ടായിരിക്കണം. മൂന്നാമത്തെ സംഗതി, നിന്നെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കൽ നിന്റെ മാതാപിതാക്കളുടെ ജോലിയാണ്. ധർമ്മത്തെ പഠിപ്പിക്കൽ നിന്റെ മാതാപിതാക്കളുടെ ജോലിയാണ്. ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ ആ കുട്ടി അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊന്നും എന്റെ ഉപ്പ എന്നോട് ചെയ്തിട്ടില്ല, ഇതൊന്നും എന്റെ പിതാവ് എന്നോട് ചെയ്തിട്ടില്ല. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമീറുൽ മുഅ്മിനീൻ അബൂ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പിതാവിന്റെ നേരെ തിരിഞ്ഞു. വലം യുഅല്ലിംനി മിനൽ കിതാബി ഹർഫൻ വാഹിദ, ഒരക്ഷരം പോലും പരിശുദ്ധ ഖുർആനിൽ എന്റെ വാപ്പയോ ഉമ്മയോ എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്നാ കുട്ടി പറയുന്നത്. ഹർഫൻ വാഹിദ. ആലോചിക്കണം, എല്ലാ കോച്ചിങ് സെന്ററുകളിലും മാറി മാറി ഫീസ് അടച്ച് കൊണ്ടു നടക്കുന്ന നമ്മൾ, ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന നമ്മൾ, മാതാപിതാക്കൾ ചില മാതാപിതാക്കൾ 50 ലക്ഷത്തിന്റെ വണ്ടിക്ക് എടുത്ത് മക്കൾക്ക് കൊടുത്തേക്കുന്നത്. ഏത് മക്കൾ? 18 വയസ്സ് 20 1000 രൂപ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കണമെന്ന ബോധ്യം വന്നിട്ടില്ലാത്ത മക്കൾക്ക് 50 ലക്ഷത്തിന്റെ വാഹനത്തിൽ അഹങ്കാരികളായി ധിക്കാരികളായി അവർ സമൂഹത്തിൽ വിലസുകയാണ്. ഇവരാണ് നാളെ അക്രമികളായി മാറും. നമ്മുടെ വീട്ടിൽ വണ്ടി ഓടിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. വിദ്യാർത്ഥികൾക്കാർക്കും എന്നോട് എതിർപ്പൊന്നും തോന്നരുത്. നമ്മുടെ വീട്ടിൽ വള്ള വണ്ടി, വാപ്പാടെ വണ്ടിയൊക്കെ നമുക്ക് ഓടിക്കാം, അതൊക്കെ ഉപയോഗിക്കാം. മാന്യമായ സംഗതികൾക്ക്, മാന്യമായ കാര്യങ്ങൾക്ക് അതൊക്കെ ചെയ്യാം. മക്കളെ നമുക്ക് സഹായിക്കാം. അവർക്കൊരു ജോലി, അവർക്കൊരു കച്ചവടം ഇട്ട് കൊടുക്കും മാതാപിതാക്കൾ. അതൊക്കെ മക്കളോടുള്ള വലിയ ബാധ്യതകൾ. അവര് നല്ലൊരു ജോലി, നല്ല വിദ്യാഭ്യാസം കൊടുക്ക്, അവർക്കൊരു ബിസിനസ് സംരംഭം കൊടുക്ക്, അവർക്കൊപ്പം നിൽക്ക്, സപ്പോർട്ട് ചെയ്യും, പ്രോത്സാഹിപ്പിക്ക്. ഇതിനപ്പുറമുള്ള വഴിവിട്ട സംഗതികൾ ഈ മക്കൾ വഴികേടിലേക്ക് പോകാനുള്ള കാരണമാണ്. ലാസ്റ്റ് പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്, ജിഅത ഇലയ്യ തശ്കു ഉഖൂക ഇബ്നിക, നിന്റെ മക്കളുടെ മകന്റെ ധിക്കാരവും പറഞ്ഞുകൊണ്ടാണ് താങ്കൾ എന്റെ അടുത്ത് വന്നത്. എന്നാൽ താങ്കൾ അറിയുക, വഖദ് അഖഖ്തഹു ഖബ്ല അൻ യുഅഖിക, അവൻ നിന്നോട് ധിക്കാരം കാണിക്കുന്നതിന് മുമ്പേ അവനോട് നീ ചില ധിക്കാരങ്ങൾ കാണിച്ചിട്ടുണ്ട്, അവനോട് ചില മോശത്തരങ്ങൾ താങ്കൾ കാണിച്ചിട്ടുണ്ട്. വഅസൽത ഇലൈഹി ഖബ്ല അൻ യുസിഅ ഇലൈക, അവൻ താങ്കളോട് മോശമായി പെരുമാറുന്നതിന് മുമ്പേ താങ്കൾ അവനോട് മോശമായി പെരുമാറിയിട്ടുണ്ട്. അതിനാൽ കുമന്നി, പൊയ്ക്കോളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. മക്കള് പോയി വ്യഭിചാരത്തിൽ, പ്രണയത്തിൽ, മദ്യത്തിൽ, ലഹരിയിൽ ചാടുമ്പോ ചില ആൾക്കാർ ഓടി വരും, എന്റെ മകനെ രക്ഷിക്കണേ. മായാവിദ്യകളൊന്നും ആർക്കും ഇല്ല. മാന്ത്രിക വിദ്യയിലൂടെ നമുക്കാരെ നന്നാക്കാനോ രക്ഷപ്പെടുത്താനോ കഴിയില്ല. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ ജാഗ്രത പാലിക്കുക. നാളെ സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് ഖുർആൻ ഒരു കാര്യം പറയുന്നുണ്ട്. ജന്നാത്തു അദ്നി, സ്വർഗം, ശാശ്വതമായ സ്വർഗം. യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. ആരാണ് അതിൽ പ്രവേശിക്കുന്നത് അറിയോ? അതിൽ പ്രവേശിക്കുന്നത് നല്ല മാതാപിതാക്കൾ, നല്ലവരായ മാതാപിതാക്കൾ, നല്ലവരായ ഇണകൾ, നല്ലവരായ മക്കൾ. നല്ല മക്കളും നല്ല ഭാര്യമാരും നല്ല കുടുംബവും സമ്മേളിക്കുന്ന സ്വർഗം. വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ, സ്വർഗത്തിന്റെ എല്ലാ വാതിലുകളിലൂടെയും മാലാഖമാർ അവരെ സ്വാഗതം ചെയ്യും. സലാം അലൈക്കും, നിങ്ങൾക്ക് ശാന്തി, നിങ്ങൾക്ക് സമാധാനം. ബിമാ സബർതും, നിങ്ങൾ ഈ ലോകത്ത് ക്ഷമയോടെ ജീവിച്ചതിന്, മക്കളെ വളർത്തിയതിന്, അവർക്കൊപ്പം നിന്നതിന്, അവരെ തർബീയത്തിലേക്ക് കൊണ്ടുവന്നതിന്, അവർക്ക് വേണ്ടി അവരെയും കൊണ്ട് നേർമാർഗത്തിൽ ഒരുപാട് നിങ്ങൾ യാത്ര ചെയ്തതിന്, അവരെ കാത്തു സൂക്ഷിച്ചതിന്, അവരുടേതായ സ്വാതന്ത്ര്യത്തിന്റെ ലോകത്ത് നിങ്ങൾ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് എന്നാലൊപ്പം പ്രോത്സാഹനം നൽകിക്കൊണ്ട് ക്ഷമയോടെ നിങ്ങളുടെ കുടുംബ സംവിധാനത്തെ നിങ്ങൾ നിലനിർത്തിയതിന് ഇതാ ഫനിഅമഉഖുബദ്ദാർ, എന്ത് നല്ല പര്യവസാനമായ ഈ സ്വർഗം എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് മക്കൾ സമ്മാനമാണ്, മക്കൾ അലങ്കാരമാണ്, ഒപ്പം മക്കൾ പരീക്ഷണമാണ്. മക്കളെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇപ്പൊ ഇത് കേൾക്കുന്ന എല്ലാ മക്കളും ഒരു 10 കൊല്ലം കഴിയുമ്പോൾ അവർ മാതാപിതാക്കളാവും. അപ്പൊ ഇത് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്, ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ തലമുറയ്ക്ക് തർബിയത്ത് കൊടുക്കുക. ഏറ്റവും നല്ല തലമുറകളായി നമ്മുടെ തലമുറകൾ വളരുക. ഈ മക്കളെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ, അവരെ ഗുണദോഷിക്കുന്ന വിഷയത്തിൽ ഒരു അലംഭാവവും മാതാപിതാക്കൾ കാണിക്കാതിരിക്കുക. നല്ല തലമുറയെ സൃഷ്ടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ.